ഹരി ഓം. ഖണ്ഡം 2 വൃന്ദാവന ഖണ്ഡം. അധ്യായം 18. രാധയ്ക്ക് ശ്രീകൃഷ്ണൻ ദർശനം നൽകുന്നു. ബഹുലാശ്വനും നാരദനും തമ്മിലുള്ള സംഭാഷണം തുടരുന്നു. ശ്രീ നാരദൻ പറഞ്ഞു: അടുത്ത ദിവസം പ്രഭാതമായപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ രാധയെ സമാധാനിപ്പിക്കുവാനായി ഗോപദേവിയുടെ വേഷത്തിൽ വൃഷഭാനുഗ്രഹത്തിൽ എത്തി. ഗോപദേവിയെ കണ്ടപ്പോൾ രാധ വളരെ സന്തോഷപൂർവ്വം സ്വീകരിച്ച് അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി സിംഹാസനത്തിലിരുത്തി പൂജിച്ചു. ശേഷം രാധ പറഞ്ഞു: സഖിയില്ലാത്തതിനാൽ ഞാൻ രാത്രി മുഴുവൻ ദുഃഖിച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഞാൻ അതീവ സന്തോഷവതിയാണ്. രാധയുടെ ഈ വാക്കുകൾ കേട്ടിട്ടും ഗോപദേവി ദുഃഖിതയായിരുന്നു. അപ്പോൾ രാധ സഖിമാരുമായി ആലോചിച്ച ശേഷം ഇപ്രകാരം ചോദിച്ചു: എന്തുകൊണ്ടാണ് ഗോപദേവി ദുഃഖിച്ചിരിക്കുന്നത്? ആരെങ്കിലും നിന്നെ ശകാരിച്ചുവോ അതോ വേദനിപ്പിച്ചുവോ? നിന്റെ ദുഃഖത്തിൻ്റെ കാരണമെന്തെന്ന് എന്നോട് പറഞ്ഞാലും. ഗോപദേവിയുടെ വേഷത്തിൽ വന്നിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ മനസ്സിൽ ചിരിച്ചുകൊണ്ട് രാധയോട് ഇങ്ങനെ പറഞ്ഞു: ബൃഹത്സാനുഗിരിയുടെ അടിവാരത്ത് ഇടവഴിയിലുള്ള ഇടുങ്ങിയ തെരുവിലൂടെ ഞാൻ വെണ്ണ വിൽക്കാൻ പോകവേ എന്നെ നന്ദപുത്രൻ തടഞ്ഞു. ആ രാസശിരോമണി എൻ്റെ കയ്യിൽ കയറി പിടിച്ചു. തുടർന്ന് നന്ദപുത്രൻ നികുതി വാങ്ങുന്ന ആളാണെന്നും അതിനാൽ നികുതിയുടെ രൂപത്തിൽ വെണ്ണ നൽകാനും ആവശ്യപ്പെട്ടു. ഞാൻ അത് നൽകാതിരുന്നതിനാൽ എൻ്റെ തലയിലുള്ള വെണ്ണക്കുടം പൊട്ടിക്കുകയും എൻ്റെ ഉത്തരീയമെടുത്തുകൊണ്ട് നന്ദീശ്വരഗിരിയുടെ വടക്കുകിഴക്ക് ഭാഗത്തേക്ക് പോവുകയും ചെയ്തു. ജന്മം കൊണ്ട് ഗോപബാലനും കറുത്ത നിറമുള്ളവനും നിർധനനും ദുശീലനും വിരൂപനുമാണവൻ. അതിനാൽ അത്തരത്തിലുള്ള ഒരുവനുമായി ഒരു കൂട്ടുകെട്ടും വേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്രകാരം വൈരഭാവത്താൽ കഠോര വാക്കുകൾ കേട്ട രാധയ്ക്ക് വളരെയധികം വിസ്മയം തോന്നി. ശിവൻ, ബ്രഹ്മാവ് മുതലായ ദേവന്മാരും ദത്താത്രേയൻ, ശുഗൻ തുടങ്ങിയ മഹർഷിമാർ പോലും ആരെയാണോ ബഹുമാനിക്കുന്നത് ആ ശ്രീകൃഷ്ണനെ നിന്ദിച്ചു പറഞ്ഞത് ഒട്ടും നന്നായില്ല എന്ന് രാധ പറഞ്ഞു. ശ്യാമസുന്ദരനായ കൃഷ്ണൻ കറുത്തതാണെങ്കിലും പരമശിവൻ പോലും അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു. പൂതന, വത്സാസുരൻ, ബകാസുരൻ എന്നിവരെ പോലും വധിച്ച അദ്ദേഹം എങ്ങനെ വീരനല്ലാതിരിക്കും എന്നിങ്ങനെ വാദമുഖങ്ങൾ ഉയർത്തി രാധ ഗോപദേവിക്ക് തക്കതായ മറുപടി കൊടുത്തു. എപ്പോഴാണോ രാധയുടെ വിളി കേട്ട് കൃഷ്ണൻ അവിടെ വരുന്നത് അപ്പോൾ മാത്രമേ രാധ പറഞ്ഞ കാര്യം വിശ്വസിക്കൂ എന്ന് ഗോപദേവി രാധയോട് പറഞ്ഞു. എന്നാൽ തൻ്റെ വിളി കേട്ടിട്ട് കൃഷ്ണൻ ഇവിടെ വന്നില്ലെങ്കിൽ തൻ്റെ എല്ലാ സമ്പത്തും ഗോപദേവിക്ക് ദാനമായി നൽകാം എന്ന് രാധയും പറഞ്ഞു. രാധ ശ്രീകൃഷ്ണനെ ധ്യാനിക്കാൻ ആരംഭിച്ചു. തന്നെ ദർശിക്കാൻ രാധ വളരെ ഉത്കണ്ഠയുള്ളവളാണെന്ന് മനസ്സിലാക്കിയ ഭഗവാൻ തൻ്റെ സ്ത്രീരൂപം ഉപേക്ഷിച്ച് സ്വന്തം രൂപത്തിൽ പ്രത്യക്ഷനായ ശേഷം ഇപ്രകാരം പറഞ്ഞു: പ്രിയ രാധേ, മധുരവാക്കുകളാൽ നീ എന്നെ വിളിച്ചതിനാലാണ് ഞാൻ പെട്ടെന്ന് ഇവിടെ വന്നത്. ഞാൻ വന്നതോടെ നിന്റെ സമീപത്തുണ്ടായിരുന്ന ആ മായാവിയായ ഗോപസ്ത്രീ എവിടെ പോയി? അതിനാൽ നീ അത്തരത്തിലുള്ള സ്ത്രീകളെ വിശ്വസിക്കരുത്. രാധ ശ്രീകൃഷ്ണ ഭഗവാന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ച് പരമാനന്ദ നിമഗ്നയായി. രാധയുടെ ആഗ്രഹം പൂർണ്ണമാവുകയും ചെയ്തു. ശ്രീകൃഷ്ണന്റെ ഈ അത്ഭുത ചരിത്രം ആരാണോ ശ്രവിക്കുന്നത് അവർ കൃതാർത്ഥരായി തീരുന്നു എന്ന് നാരദൻ കൂട്ടിച്ചേർത്തു. ഇവിടെ 2ാം ഖണ്ഡത്തിലെ 18ാം അധ്യായം സമാപിക്കുന്നു. ഹരി ഓം.